ഹായ് ഹലോ. ഇന്ന് പുതിയ വീഡിയോയ്ക്ക് അല്ലേ? ഇതാ കണ്ടോ, ഇന്നത്തെ ഒരു പരിപാടി ഇത് കൊണ്ടൊരു തോരൻ. തേങ്ങ കൊണ്ട്, തേങ്ങ മാത്രം കൊണ്ട് തോരൻ വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ തോരനാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, കരിവേപ്പില, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരനുള്ള തേങ്ങയൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് പിടിയിട്ടിക്കാണ് എന്ത് തോരനാണെന്നല്ലേ. പിടിയിട്ടാത്തവർക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു, അരി ഇട്ടു, കരിവേപ്പിലയും ഇട്ട്, നമ്മുടെ വറ്റൽമുളകും ഇട്ടു. ഇനി നമ്മുടെ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് തോരനാക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്ക് മാത്രം കണക്കാക്കി ഒരു നുള്ളുപ്പ്. ഇത് മതിയാവില്ല എന്ന് തോന്നുന്നുണ്ടാവില്ലേ, പക്ഷേ ഇത് മതി കേട്ടോ. കാരണം എന്താണെന്നറിയോ പറയാം. കാരണം ഇതിലേക്കുള്ള കഷ്ണം നമ്മളിട്ടില്ല. അപ്പം തേങ്ങ അല്ല, പപ്പടമാണ് തോരൻ. എല്ലാവർക്കും ഒരുപാട് പേർക്കറിയാം. അമ്മ പണ്ടേ വെച്ച് ഞങ്ങൾ കൂട്ടാറുണ്ട് ഈ പപ്പടം കൊണ്ടുള്ള തോരൻ. അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഉണ്ണാൻ നേരത്തെ ഉണ്ടാക്കണം. എന്നിട്ടുണ്ടല്ലോ ചൂടോടുകൂടി കഴിക്കണം. അപ്പോഴാണ് ഈ പപ്പടത്തോരൻ്റെ ടേസ്റ്റ് കിട്ടുക. ഒരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ പപ്പടം വെച്ച് വേറെയും കറികളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് കിച്ചടി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ അളവ് അനുസരിച്ചിട്ട് 5, 8, 10, 15 എത്ര പപ്പടം വേണമെങ്കിലും നിങ്ങൾക്ക് പൊടിച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. നിങ്ങളുടെ തോരൻ്റെ അളവ് എത്ര വേണോ അത്രയും. എന്നിട്ട് ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞുണ്ടാകുന്ന നേരത്ത് നമുക്ക് അവരോട് ടേസ്റ്റൊക്കെ ചോദിക്കാം. ഇതിപ്പോൾ ഞാൻ ഫോൺ ഒറ്റ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് രണ്ടാമതൊക്കെ പൊടിച്ചിട്ടുണ്ട് തന്നെ. ശരിക്കും നമ്മൾ 2 കൈ ഉപയോഗിച്ച് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ കിടക്കണ പപ്പടാന്ന് പോലും പറയില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ആക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ പറയൂ, രണ്ടാളും നമ്മുടെ പപ്പടത്തോരൻ. പപ്പടത്തോരൻ കിട്ടിയില്ലേ? അയ്യോ, അത് ശരിക്കും പപ്പടത്തോരനാന്ന് അറിയില്ല കേട്ടോ. ഞാൻ ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ട് ഒറ്റ കൈ കൊണ്ടല്ലേ പപ്പടം പൊടിച്ചിട്ടേക്കണത്. അതുകൊണ്ടാണ് പപ്പടം കാണുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ വെറുതെ ഇങ്ങനെ ചിരണ്ടിയിട്ട് തോരൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ചതച്ചിട്ടിട്ട് അതുപോലെ ഇരിക്കുള്ളൂ. അടിപൊളി. ഈ പപ്പടം കൊണ്ട് വേറെ എന്തെല്ലാം ഉണ്ടാക്കാമെന്നറിയാമോ? ഒരു നേരം ചക്കപ്പപ്പടം ഉണ്ട്. അതൊക്കെ ഭയങ്കര പണിയുള്ള പണിയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഒന്നുമില്ല, പപ്പടവും ഉണ്ട്, തേങ്ങയുണ്ടെന്ന് വെച്ചോ, അത് മതി. 3 കൂട്ടം കറി ഉണ്ടാക്കാം. കുറഞ്ഞത് 3. തോരൻ വയ്ക്കാം, കിച്ചടി വയ്ക്കാം, പിന്നെ ചമ്മന്തി അരയ്ക്കാം. അപ്പം 3 കൂട്ടായില്ലേ. ഒരു കിച്ചടി ഇത്തിരി ലൂസായിട്ട് വെച്ചാൽ ഒഴിച്ചു കൂട്ടാനായി. പിന്നെ 2 കൂട്ടാൻ ഇതായി. പിന്നെ പപ്പടം കാച്ചുകയും ചെയ്യാം. കിച്ചടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പച്ചടി. അങ്ങനെ ഉണ്ടാക്കാത്. നമ്മൾ ഇതേപോലെ തന്നെ തേങ്ങ അരച്ചിട്ട് കിച്ചടിയുടെ കൂട്ട് പച്ചടി നിങ്ങളുടെ തേങ്ങ അരച്ച് അതിനെ കടുവറുക്കും ആദ്യം. എല്ലാത്തിനും പപ്പടത്തിനൊക്കെ ചെയ്യുക അങ്ങനെയാണ്. ഉണ്ണാൻ നേരത്തെ ചെയ്യാവൂ. ആദ്യം തേങ്ങ അരച്ച് തോരൻ തേങ്ങ കടുവറുത്തു, എന്നിട്ട് അതിലേക്ക് പപ്പടം പൊടിച്ചിട്ടു. അതേപോലെ തന്നെ ചമ്മന്തി അരയ്ക്കുമ്പോൾ തേങ്ങ അരച്ചിട്ട് ലാസ്റ്റ് പപ്പടം കൂടെ പൊടിച്ച് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. കിച്ചടി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ തേങ്ങ അരച്ച് തേങ്ങാക്കൂട്ട് മോരെല്ലാം ചേർത്ത് കടുവറുക്കും. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് പപ്പടം കൂടെ പൊടിച്ചിട്ട് ഇളക്കിയിട്ട് നിർത്തും. അപ്പോൾ പപ്പടത്തിൻ്റെ ചെറിയ അട്ട് പോകാന്ന് പറയില്ല, അങ്ങനെ വരില്ല, കുതിർന്നു പോവില്ല. അതിലേക്ക് ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ അമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നു പണ്ട് ഇവിടെ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ പപ്പടം കൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാം. പപ്പടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അവലും തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കില്ലേ അട പോലെ, അതുപോലെ പപ്പടത്തിനെ മടക്കിയെടുത്തിട്ട് ഞാൻ അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മൾ പപ്പടം കാച്ചണ പോലെ കാച്ചിയെടുക്കും. നല്ലതാണ്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പപ്പടം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ പപ്പടം കൂട്ടാൻ റെഡി. അച്ചാറ് പുതിയത്, അതായത് ആദ്യം ഉണ്ടാക്കിയില്ലേ, അതിനെ ഞാൻ മാറ്റിയെടുത്തു. ആദ്യം ഉണ്ടാക്കിയില്ലേ ഞാനൊരു ദിവസം, അത് തന്നെ അതിനെടുത്ത് ഇങ്ങനെയാക്കി. നല്ലതല്ലേ? ഇപ്പോൾ ഒന്ന് എന്താ പറഞ്ഞ ഒരു ലയിച്ച് ചേർന്നു, വെള്ളവും ചാറും എല്ലാം കൂടെ ആയിട്ട് ഒരു മയം വന്നു അല്ലേ. അത് ഞാൻ ഒരു സൂത്രപ്പണി ചെയ്തു. കടുക് വറുത്തു, എന്നിട്ട് അതിലേക്ക് ഇതിട്ട് വിനാഗിരി മറ്റൊക്കെ വീണ്ടും രണ്ടാമത് ചേർത്തിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ചു. അപ്പോൾ ആ വെന്തുല്ലോ ഒന്ന്. അങ്ങനെയായപ്പോൾ ഒന്ന് കുതിർന്നിട്ട്, കാരണം ഇത് തൊണ്ടല്ലേ ഇട്ടേക്കണത്. തൊണ്ട നാരങ്ങയുടെ തൊണ്ടിൻ്റെ അച്ചാറ് ഇത്.
അപ്പോൾ അങ്ങനെ ആക്കിയപ്പോൾ കൊള്ളാം അല്ലേ? ആ കയ്പ്പ് കുറഞ്ഞിട്ടില്ലേ? അപ്പം ഞാനതിന് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഈ നാരങ്ങ അച്ചാർ കഴിക്കാണ്ടിരിക്കാനായിട്ടേ. അപ്പോൾ അങ്ങനെ ചെയ്തു. നമ്മുടെ നാരങ്ങയുടെ മേക്ക് ഓവർ എങ്ങനെയായിരുന്നു നടത്തിയതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കണേ. എണ്ണ ഒഴിച്ചാലും നല്ലതായിട്ട്. എണ്ണയാണ് നാരങ്ങയ്ക്ക് പറയുക, പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. എന്നിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി എന്താ കുറച്ച് സാധനങ്ങൾ, വേറൊന്നുമല്ല, വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും. ഇതൊന്ന് മൂത്ത് വരട്ടെ. വേണമെങ്കിൽ ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇടാം. ഞാൻ ഇഞ്ചി ഇടുന്നില്ല കേട്ടോ. പിന്നെ എണ്ണ ഇരിപ്പുണ്ട്, എന്നാലും എനിക്ക് വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേ. അപ്പോൾ ഇതൊക്കെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇവരൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ കുട്ടിയെ, നാരങ്ങ അച്ചാർ ഇരിപ്പുണ്ടല്ലോ, അവരെ ഇങ്ങോട്ടേക്ക് ഇടാം. ഇനി നമുക്ക് ഇവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉലുവാപ്പൊടിയും കായംപൊടിയും ഇട്ട് പിന്നെ നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ പോരായ്ക വരാൻ വഴിയുണ്ട്, ആ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ ദേ നമ്മുടെ അച്ചാർ റെഡി. ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ചുങ്ങിയൊക്കെ വരുന്നുണ്ട് പയ്യെ. ഇനി നമുക്ക് വീണ്ടും കുറച്ച് ദിവസം അടച്ചൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ടൈറ്റായ കുപ്പിയിലൊക്കെ ആക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കൂട്ടാം. പിന്നെ ഇത്തിരി പഞ്ചസാര ചേർത്താൽ, ചെറുനാരങ്ങയുടെ തൊണ്ടല്ലേ ഇത്, നേരത്തെ ഞാൻ ചേർത്തിരുന്നു, അന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നല്ലോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പം കയ്പ്പ് അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കുറച്ച് ടേസ്റ്റ് നോക്കണോ?